ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. യാകുന്ദേന്ദു തുഷാരഹാരധവളായ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതപരാ യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാർച്ചുത ശങ്കരപ്രഭൃതിഭർദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഡ്യാപഹ. ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഭർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. സശംഖചക്രം സകിരീടകുണ്ഡലം സപീതവസ്ത്രം സരസീരുഹേഷണം സഹാരവക്ഷസ്ഥലകൗസ്തുഭശ്രിയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ. നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ നമ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപ അരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ധ്യായേ നിത്യം മഹേശം രജതഗിരിനിഭം ചാരുചന്ദ്രാവതംസം രത്നാകൽപോജ്വലാംഗം പരശുമൃഗപരാഭീതിഹസ്തം പ്രസന്നം പത്മാസീനം സമന്താൽ സ്തുതാമരഗണേർവ്യാഘ്രകൃത്യം വസാനം വിശ്വാദ്യം വിശ്വവന്ദ്യം നിഖിലഭയഹരം പഞ്ചവക്ത്രം ത്രിനേത്രം കൈലാസാദ്രിനിഭം ശശാങ്ക കലയാ സ്ഫൂർജടാമണ്ഡലം നാസാലോകനതൽപരം തൃണയനം വീരാസനാധ്യാസിതം മുദ്രാടങ്കകുരംഗജാനുവിലസദ്ബാഹും പ്രസന്നാനനം കക്ഷാബദ്ധഭുജംഗമം മുനിവൃതം വന്ദേ മഹേശംബരം. ഓം നമ ശിവായ 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 ഓം നമ ശിവായ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിടുന്നീ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണാംബുജേ ക്ഷണ കൈതൊഴുന്നീ. ആനന്ദാലംകര വാസുദേവ കൃഷ്ണ ആതങ്കമെല്ലാം അകറ്റിടണി. ഇന്ദിരനാഥ ജഗന്നിവാസ കൃഷ്ണ ഇന്നെൻ്റെ മുൻപിൽ വിളങ്ങിടണി. ഈരേഴുലകിനും ഏകനാഥ കൃഷ്ണ ഈരഞ്ചു കോപ്പി വണങ്ങിടുന്നീ. ഉണ്ണി ഗോപാലക കമലനേത്ര കൃഷ്ണ ഉള്ളത്തിൽ വന്നു വിളങ്ങിടണി. ഊഴിയിൽ വന്നു പിറന്ന നാഥ കൃഷ്ണ ഊനം കൂടാതെന്നെ പാലിക്കണി. എന്നുള്ളിലുള്ളൊരു താപമെല്ലാം കൃഷ്ണ എന്നുണ്ണി ശ്രീകൃഷ്ണ തീർത്തിടണി.
എടലർ സായക തുല്യമൂർത്തി കൃഷ്ണ ഏറിയ മോദേന അനുഗ്രഹിക്ക. ഐഹികമായ സുഖത്തിങ്കലാഗ്രഹം അല്പവും തോന്നല്ലേ ഗോപബാല. ഒട്ടല്ല കൗതുകം അന്തരംഗേ കൃഷ്ണ ഓമൽ തിരുമേനി ശോഭ കാൺമാൻ. ഓടക്കുഴൽ വിളി മേളമോടേ കൃഷ്ണ ഓടി വരികൻ്റെ ഗോപബാല. ഔദാര്യ കോമള കേളിശീല കൃഷ്ണ സൗഭാഗ്യ സമ്പൽ സമൃദ്ധിതാനി. അംബുജലോചന നിൻ പാദ പങ്കജേ അൻപോടു ഞാനിതാ കുമ്പിടുന്നീ. അത്യന്ത സുന്ദര വാസുദേവ കൃഷ്ണ അത്തൽ കളഞ്ഞെന്നെ പാലിക്കണി. കൃഷ്ണ മുരാരേ മുകുന്ദ ശൗരേ കൃഷ്ണ വൃഷ്ണീകുലേശ്വര കൈതൊഴുന്നീ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണാംബുജേ ക്ഷണ കൈതൊഴുന്നീ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണാംബുജേ ക്ഷണ കൈതൊഴുന്നീ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. സർവഭക്തമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. സർവമക്കൾക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കുറേ അല്ല, കുറച്ച് ദിവസമായി മക്കളുടെയൊക്കെ പേര് പറഞ്ഞിട്ട്. എല്ലാ മക്കളും എല്ലായ്പ്പോഴും കുറച്ച് മക്കളെ ഉള്ളെങ്കിലും 10 ദിവസം കൊണ്ടുള്ളതാണെങ്കിൽ ഈ മക്കൾ തന്നെയേ ഉള്ളൂ കമൻസ് ചെയ്യാൻ. ആ മക്കളുടെ പേരുകൾ പറയാൻ എല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ സർവ്വ മക്കളും ഇതിലില്ലാത്തവരും ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും അതിലകപ്പെടും. അതുകൊണ്ട് എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഉണ്ടാകണമേ. എല്ലാ ജീവജാലങ്ങൾക്കും അതുപോലെ തന്നെ ആകണമേ എന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ നമുക്ക് മക്കളുടെ പേരുകൾ പറയാം. ശ്രീല, രുക്മിണി മോഹൻ, വത്സല, നിർമ്മല പവിത്രൻ, രാധ, വിഷ്ണുപ്രിയ, ഗീതാ നായർ, ജഗദമ്മ, പ്രസന്ന, സ്മിത, ശുഭകുമാരി, ജയാനിൽ, ഉണ്ണികൃഷ്ണൻ നായർ, ഗോകുൽ, ഗീത ചന്ദ്രശേഖര മേനോൻ, സത്യഭാമ, ഓമനയമ്മ, വിജയമ്മ പാർത്ഥൻ, വിലാസിനി വലിയപറമ്പിൽ, നിർമ്മല രമേശ്, ബിജി ബിജു, താരാ മനോജ്, ബിന്ദു പ്രദീപ്, ഇത്രയും മക്കളാണ്. എല്ലാ ദിവസവും ഈ മക്കളൊക്കെ തന്നെയാണ് കമൻസ് ഇല്ലാത്ത കാരണം നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണല്ലോ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഇവിടെ പേരുകൾ തന്ന മക്കൾക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് അത് ഭഗവാനിൽ അർപ്പിക്കുക എന്നത് കടമ. കാരണം ഭഗവാന്റെ കമൻസുകൾ വരുന്ന കുഞ്ഞുങ്ങളല്ലേ, കണ്ണനോട് പറയണ്ടേ ഈ വാക്കുകളൊക്കെ. എനിക്ക് ഇടയ്ക്ക് വെച്ച് വയ്യാതെയൊക്കെ ഉണ്ട്. ഓണം പ്രമാണിച്ച് ഒത്തിരി അധ്വാനങ്ങളൊക്കെ വന്നപ്പോൾ ഒത്തിരി വയ്യാകെയുണ്ടായിരുന്നു. എത്ര ദിവസം മുന്നോട്ട് പോയെന്ന് പോലും ഒരു ഓർമ്മയില്ലാത്തൊരവസ്ഥയുണ്ട്. എന്തായാലും എല്ലാവർക്കും നന്മ ഭവിക്കണം, എല്ലാവർക്കും സുഖം അനുഭവിക്കണം. ഭാഗവത പാരായണങ്ങളും ഭഗവത് കഥകൾ, ഭഗവാന്റെ ഗീതങ്ങൾ, കീർത്തനങ്ങൾ ഇതെല്ലാം ചൊല്ലി ഈശ്വരൻ ലയിക്കാൻ ശ്രമിക്കണം. മോക്ഷത്തിനായിട്ടുള്ള അത് എല്ലാവർക്കും അല്ല, ആവശ്യമുള്ളവർക്ക്. എവിടം വരെ ഓരോരുത്തർക്കും ഓരോ അളവിൽ. ഈ ലോകചിന്തയിലുള്ളവർക്ക് എങ്ങനെ വേണം ഭഗവാനെ പ്രാർത്ഥിക്കാൻ, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാം. എന്തായാലും ഈ ലോക ജീവിതത്തിന് വേണ്ടി ആയാലും ഭഗവാന്റെ കൃപയില്ലാതെ മുന്നോട്ട് ജീവിതം പോവുകയില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഭഗവാനെ പ്രാർത്ഥിക്കണം ഏതവസ്ഥയിലായാലും. പിന്നെ ഭക്തമക്കൾക്ക് പ്രത്യേകിച്ച് അത് അങ്ങും ഇഞ്ഞും ഓരോന്നേ കാണുകയുള്ളൂ. ഇപ്പം 100ന് 1 or 2 മക്കളെ മോക്ഷത്തിലേക്കുള്ള അത്രമാത്രം ആർത്തി അങ്ങനെ എത്തിപ്പിടിച്ചിരിക്കുന്നവരായിരിക്കും. അവരാണ് ഇത് കേട്ടത് പോരാ എന്ന് പറയുന്നത്. അത് നമുക്ക് എത്ര മക്കളുണ്ടെങ്കിലും അവരവർക്കറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ച് അവർ എല്ലാം കുറേശ്ശെ വിട്ടു നിൽക്കണം ഈ ലോക ജീവിതത്തിൽ നിന്ന്. അങ്ങനെയാണ് ഭഗവാൻ ലയിക്കുന്നത്. അത് ഓരോ അളവിലാണ്. അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണല്ലോ. നമ്മുടെ കർമ്മഫലം പോലെയാണല്ലോ. കഴിഞ്ഞ ജന്മത്തെ സുഹൃതം കൊണ്ടാണ്, അത് മനസ്സിലാക്കണം. സുഹൃതം അത്രമാത്രം ചെയ്തവർക്ക് മാത്രമേ ഭഗവാനോട് ചേർന്ന് ലയിക്കാനും കിട്ടിയത് പോരാ എന്ന് ആർത്തി പൂണ്ടിരിക്കാനുള്ളൊരു പ്രത്യേക അത് ഈശ്വരകൃപ അങ്ങനെയാണ്. അത് കഴിഞ്ഞ ജന്മത്തെ പ്രവൃത്തി ഫലമാണ്, കർമ്മഫലമാണ്. അതേസമയം കഴിഞ്ഞ ജന്മങ്ങളിലെല്ലാം ഈ ലോക ചിന്തയ്ക്ക് വേണ്ടി ഭഗവാനെ പ്രാർത്ഥിച്ച് അങ്ങനെയാകാം.
എന്തായാലും ഈശ്വരനെ പ്രാർത്ഥിക്കണം. അതാണ് മനുഷ്യർക്കായാലും എല്ലാവർക്കും നന്മ. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഇന്നലെയല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചതിൻ്റെ ബാക്കി ഭഗവാന്റെ കൃഷ്ണലീലയാണ്. ഭഗവാന്റെ എന്താ പറയുക, കുഞ്ഞുനാളുള്ള കളികളും ലീലകൾ, കുട്ടിക്കുസൃതികൾ, മറ്റുള്ള അമ്മമാരുടെ വീട്ടിൽ, അതായത് ഗോപസ്ത്രീയുടെ വീട്ടിൽ നിന്നൊക്കെ കുഞ്ഞ് വെണ്ണയൊക്കെ മോഷ്ടിച്ച് തിന്നുന്നതും അവരുടെ പരിഭവം പറച്ചിലും ഇതൊക്കെയാണ്. എന്നും നമുക്കത് തന്നെ വായിക്കാം, തുടങ്ങാം. ഭഗവാൻ കണ്ണൻ അമ്മ എവിടേക്കാ ധൃതിയിൽ പോകുന്നത്, കണ്ണന് വെണ്ണയൊന്നും കൊടുക്കാതെ, കാരണം ഉരലിട്ട് കയറിയിട്ടൊന്നും വെണ്ണ കിട്ടിയില്ല. അമ്മയെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ നോക്കിയതൊക്കെയാണ്, പൂച്ചകളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകത്തില്ലേ, അതുകൊണ്ട് കാവൽക്കാരനായിട്ടുള്ള രീതിയിലാണ് അവിടെ അമ്മയോട് പറഞ്ഞ് ഒപ്പിച്ച് വെച്ചത്. അപ്പോൾ അമ്മ വേറെ തിരക്ക് പിടിച്ച് കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞ് പറയുന്നു, എനിക്ക് എന്താ അമ്മ ഇങ്ങനെ ധൃതിയിൽ പോകുന്നത്, വെണ്ണ തരാതെ. അതാ നമ്മൾ വായിച്ചോ, തെറ്റ് നവനീതവും കൊണ്ടുവന്നുടൻ തെറ്റെന്ന് പുത്രൻ വലത്ത് കരാമ്പുജയെ വച്ചാൾ. അപ്പോൾ ഭഗവാന്റെ കയ്യിൽ വലത്തെ കയ്യിൽ കൊടുത്തപ്പോൾ കുഞ്ഞെന്ത് പറഞ്ഞു, ഇടത്തെ കൈക്ക് എന്ത് തോന്നും അമ്മയെ, ഒരു കൈക്ക് കൊടുത്താൽ മറ്റേ കൈക്ക് വിഷമമല്ലേ. അതായത് ബലരാമന് വെണ്ണ കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുത്തിട്ട് കണ്ണന് കൊടുക്കാതിരുന്നാൽ കൃഷ്ണനും വിഷമമല്ലേ. അതുകൊണ്ട് ജ്യേഷ്ഠന് കൊടുക്കുമ്പോൾ അനുജനും കൊടുക്കണ്ടേ. അതുപോലല്ലേ അമ്മേ, വലത്തെ കൈ കൊടുക്കുമ്പോൾ ഇടത്തേക്ക് വിഷമമല്ലേ. അപ്പോൾ എന്തു വന്നു, അമ്മ രണ്ട് കൈയിലും വെണ്ണ കൊടുക്കാനായി വീണ്ടും തിരികെ മുറിയിലേക്ക് പോയപ്പോൾ കുഞ്ഞെന്ത് ചെയ്തു, കിട്ടിയ വെണ്ണ പെട്ടെന്ന് അങ്ങ് വിഴുങ്ങി. എന്നിട്ട് കാക്ക കൊണ്ടുപോയെന്ന് അമ്മയടുത്ത് കള്ളം പറഞ്ഞു. അമ്മേ, ഇതൊരു കാകൻ വന്ന് വെക്കം വിരവോട് കൊത്തിയെടുത്തുകൊണ്ട് പോയെന്ന്. അമ്മയ്ക്ക് ഇതൊക്കെ കേട്ടപ്പോൾ എന്താ അത്രമാത്രം വിസ്മയിച്ച്. കാരണം ഇതൊക്കെ വല്ലാത്തൊരു വൈദഗ്ധ്യ വാക്യങ്ങൾ ഓരോന്നും. ഇത് ബുദ്ധിപരമായുള്ള വൈദഗ്ധ്യം അത്രമാത്രം മനസ്സിന് ഇത്രമാത്രം ഇനിയും കിട്ടേണ്ടിട്ട് എത്ര വൈദഗ്ധ്യത്തിലാണ് കണ്ണനിത് പറയുന്നത് എന്നോർത്ത് ചിത്രതരാത്മന കേട്ട് യശോദ വിസ്മയിച്ചാരോമലുണ്ണിതൻ കോമളഹസ്തം അങ്ങേതിലും വെണ്ണ നൽകിടുവാൻ സത്വരമങ്ങ് നടന്നളവ് ഉത്തമ പുരുഷൻ തൻ കരതാരിലെ വെണ്ണയും ആസ്വദിച്ചിട്ട് വെക്കമങ്ങ് കഴിച്ചിട്ട് എങ്കയ്യിൽ മേവിന വെണ്ണ അവൻ നിന്ന് ഒരു കാകൻ വിരവോട് കൊത്തി വിഴുങ്ങി പറഞ്ഞാനിത് എന്തൊരു ചിത്രം, മഹാഭോഷനായ ചമഞ്ഞേനകം. കുഞ്ഞിൻ്റെ കയ്യിലെ വെണ്ണ കൊണ്ടുപോയി അമ്മേ, കയ്യിലിരുന്ന കാക്ക വന്ന് പെട്ടെന്ന് തന്നെ കൊത്തിക്കൊണ്ടുപോയി. അങ്ങനെ മഹാപോഷനായി ഞാനങ്ങനെ പോഷനായി പോയല്ലോ അമ്മേ, എൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും ആ വെണ്ണ കൊണ്ടുപോയി കളഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇത്തം പറഞ്ഞു കരഞ്ഞു നിന്നിടിനാൻ ആ തൊഴിൽ കണ്ടു ചിരിച്ചു ജനനിയും. മാതാവ് ഇത് കണ്ടപ്പോൾ ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യാനാ, അത്രമാത്രം വിദഗ്ധമായിട്ടാണ് കുഞ്ഞ് പറഞ്ഞൊപ്പിക്കുന്നത്. പെട്ടെന്ന് വെണ്ണ വിഴുകിയിട്ട് കാക്ക കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക്, ആ ജനനി എന്ന് പറയാം അമ്മയ്ക്ക് ഈ തൊഴിൽ, ഭഗവാൻ കണ്ണൻ്റെ ഈ തൊഴിലെന്ന് വെച്ചാൽ ഈ ചെയ്വനെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ചിരി വന്നു. പിന്നെയും നല്ല പുതുവെണ്ണ കൊണ്ടുവന്നു ഉണ്ണിതൻ പാണികൾ രണ്ടിലും ഒപ്പമേ തിണ്ണ അഴകോടുരുട്ടി വച്ചിടിനാൾ. അർണോജമാനിനി വല്ലഭനീശ്വരൻ കണ്ണൻ കരിമുകിൽ വർണ്ണൻ അതു കണ്ടു വെണ്ണിലാവിന്നളലേ കുമാറിയിടഴും. അങ്ങനെ രണ്ട് കയ്യിൽ വെണ്ണ കൊണ്ടുവന്ന് കൊടുത്തു അമ്മ. അർണോജമാനിനി വല്ലഭനീശ്വരൻ എന്താ കണ്ണൻ കരിമുകിൽ വർണ്ണൻ അത് കണ്ടപ്പോൾ എന്ത് വന്നു, വെണ്ണിലാവിന് അഴകേറുമാറിയിടഴും. വെണ്ണിലാവ് പോലെ സന്തോഷമുഖത്തങ്ങ് പ്രസന്നനായി. രണ്ട് കയ്യിലും കിട്ടിയല്ലോ, കാരണം ആദ്യം കൊടുത്ത് കാക്കയല്ലല്ലോ കൊണ്ടുപോയത്, അതും കുഞ്ഞ് തന്നെയാണല്ലോ കഴിച്ചത്. അമ്മയ്ക്ക് ഉള്ളിലറിയാം. എങ്കിലും അമ്മ എന്ത് ചെയ്യും, രണ്ട് കയ്യിലും കൊടുത്തപ്പോൾ സന്തോഷം കൊണ്ട് വെണ്ണിലാവ് പോലെ കുഞ്ഞിൻ്റെ മുഖം പ്രസാദിച്ചു. വെണ്ണിലാവിന് അഴലേകുമാറിയിടഴും മന്ദസ്മിതാമൃതം തൂകി കനിവിനോട് അത്രമാത്രം പുഞ്ചിരിയോടുകൂടി എനിക്ക് വെണ്ണ വീണ്ടും കിട്ടിയല്ലോ. ആ പൂർണ്ണചന്ദ്രൻ ഉദിച്ച തിളക്കം പോലെ സുന്ദരമായിരിക്കുന്നു ഭഗവാന്റെ കണ്ണൻ്റെ മുഖം, തെളിഞ്ഞു. അന്നേരം അതും ആസ്വദിച്ചിടിനാൻ. രണ്ട് കയ്യിലും കൊടുത്തപ്പോൾ സന്തോഷമായിട്ട് അതും കഴിച്ചു. എന്നിട്ടോ ചെമ്മേ വിരവോടതു പൊഴുത് മുഹുരമ്മായവാനൊരു നർമ്മ വിനോദകം ചൊന്നാൻ. അപ്പോൾ ഈ കുഞ്ഞെന്ത് ഒരു നർമ്മ വിനോദം, ഒരു ചിരിക്കാൻ നർമ്മ രസം,
രസിപ്പിക്കുന്ന രീതി. നർമ്മം വെച്ചാൽ നർമ്മം പറയാൻ മറ്റുള്ളവരെ ചിരിപ്പിക്കുകയാണ്. അപ്പോൾ നർമ്മ വിനോദകം ചൊന്നാൻ എന്താ പറയുന്നത്? ജനനിയോട് അമ്മയോട് പറയുന്നു, അമ്മേ ഭവതി തന്ന് ഇന്നു വിഴുങ്ങിയ വെണ്ണ ഞാൻ എങ്ങുമേ മുന്നം വിഴുങ്ങിയ വെണ്ണമേലാമാറു ചെന്നു തടഞ്ഞു വിലങ്ങുന്നിതേറ്റവും. അമ്മ ഇപ്പോൾ തന്ന വെണ്ണയ്ക്ക് മുമ്പേ ചെന്ന വെണ്ണ ഞാൻ വിഴുങ്ങി, അത് അവിടെ തടഞ്ഞിരിക്കുന്നു. ഇപ്പം ചെന്നത് അങ്ങോട്ട് ഇറങ്ങുന്നില്ല അമ്മേ. മുന്നേ തന്ന വെണ്ണ ഞാൻ വിഴുങ്ങി, അതവിടെ തടഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അമ്മ തന്ന വെണ്ണ അങ്ങോട്ട് ഇറങ്ങുന്നില്ല, അവിടെ വിലങ്ങിയിരിക്കുന്നു, തടഞ്ഞിരിക്കുന്നു അമ്മേ. ചെന്നു തടഞ്ഞു വിലങ്ങുന്നിതേറ്റവും. അങ്ങനെ പറഞ്ഞപ്പോൾ അതാണ് നർമ്മ വിനോദകം. കാരണം ആർക്ക് കേട്ടാലും ചിരി വരുന്നതാ. കുഞ്ഞിനറിയില്ലല്ലോ വെണ്ണ വിഴുങ്ങി അങ്ങ് ഇറങ്ങിപ്പോകുന്നതാണെന്ന്, വലിയവർക്കല്ലേ അറിയാവൂ. കുഞ്ഞത് വല്ലാത്തൊരു അത്ഭുതമല്ലേ. കുഞ്ഞിങ്ങനെ പറയുമ്പോൾ അമ്മ വിശ്വസിക്കുമെന്ന് വിചാരിച്ചിട്ട് വെണ്ണ അങ്ങ് ഇറങ്ങിപ്പോരാൻ തടയുമോ? വെണ്ണ മുഴുവനായിരിക്കുകയല്ലേ. അപ്പോൾ കുഞ്ഞെന്താ ഇനി ചൂടുള്ള പാല് കിട്ടണം, അതിന് വേണ്ടി കള്ളത്തരം പറയുന്നയാ. എന്നിങ്ങനെ ചിരിക്കാതിരിക്കും. അതുകൊണ്ട് ചൊന്നാൻ ജനനിയോട്, അമ്മേ ഭവതി അങ്ങ് അവിടുന്ന് തന്ന് ഇന്നു വിഴുങ്ങിയ വെണ്ണ ഞാൻ എങ്ങുമേ മുന്നം വിഴുങ്ങിയ അതിനു മുമ്പേ വിഴുങ്ങിയ വെണ്ണമേലാമാറ് ചെന്നു തടഞ്ഞു വിലങ്ങുന്നതേറ്റവും. ഇന്നതിന് ആശ് ചൂടുള്ള പാൽ ചെന്നൊഴിഞ്ഞെന്നിയേ നീങ്ങുകയില്ലതു നിർണയം. അതിന് മുമ്പേ ചെന്ന വെണ്ണ അവിടെ ഉടക്കിയിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ചെന്ന വെണ്ണ അതിൻ്റെ മുകളിൽ തന്നെ ഇരിക്കുന്നു, ഇറങ്ങിപ്പോകുന്നില്ല. അതിനി ഒരു മാർഗമേ ഉള്ളമ്മേ, ചൂടുള്ള പാല് ചെന്ന് ആ ഉരി ഇറങ്ങി അങ്ങ് പൊക്കോളും. അതുകൊണ്ട് അമ്മേ എനിക്ക് ചൂടുള്ള പാല് ചെന്നൊഴിഞ്ഞെന്നിയേ അത് ചെന്നല്ലാതെ നീങ്ങുകയില്ലമ്മേ, ആ നിർണയമാ എന്നു പറഞ്ഞു കണ്ണും തുറച്ചുണ്ണിതാൻ ഉന്നത ഗ്രീവനായി നിന്നു തെളിഞ്ഞ് അതിഖിന്ന ഭാവത്തെയും കാട്ടിപ്പിരിഞ്ഞ് കൊണ്ടൊന്നു നീ ദീർഘമായി വീർത്തു തുടങ്ങിനാൻ. കണ്ണൊക്കെ മുമ്പൊക്കെ തള്ളി ഖിന്നഭാവത്തെ വിഷമൊക്കെ കാണിച്ച് ഞെളിഞ്ഞും പിരിഞ്ഞൊക്കെ വെണ്ണ ഇറങ്ങാത്ത രീതിയിലൊക്കെ ഒന്ന് കാട്ടിയപ്പോൾ അമ്മ ഭയന്ന് പാല് വെക്കം കൊണ്ട് കൊടുക്കുമല്ലോ. അങ്ങനെയൊക്കെ വേണ്ടാത്ത വേലകളെല്ലാം അവിടെ അമ്മയെ പറ്റിക്കുന്നു. അതാണ് നർമ്മ വിനോദകം. അപ്പോൾ എന്ന് പറഞ്ഞ് കണ്ണൊക്കെ അങ്ങ് തുറിച്ച് മുമ്പോട്ടൊക്കെ തള്ളി കാണിച്ചു. ഉന്നതഗീവനായി നിന്ന് ഞെളിഞ്ഞും പിരിഞ്ഞും വെണ്ണ പോകുന്നില്ലമ്മേ എന്നൊക്കെ കാണിച്ചപ്പോൾ ഖിന്ന ഭാവത്തെയും കാട്ടിപ്പിരിഞ്ഞുകൊണ്ട് ഒന്നൊന്നേ ദീർഘമായി വീർത്തു തുടങ്ങിനാൻ. ദീർഘമായ ശ്വാസമൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് വലിച്ചു പിടിക്കുക. എന്താ അമ്മ പെട്ടെന്ന് ചൂടുള്ള പാലുകൊണ്ട് കൊടുക്കണം എന്നത് കണ്ടു പരിഭ്രമിച്ചമ്മയും. കാരണം പിഞ്ചു കുഞ്ഞല്ലേ, ഞെളിയേം പിരിച്ചപ്പോൾ അമ്മയ്ക്കും ഒരു വിഷമം. തള്ളമാരല്ലേ, എന്ത് കോലം കാണിച്ചാലും അമ്മമാരങ്ങ് വിശ്വസിക്കും. കുഞ്ഞുങ്ങൾ അങ്ങനെ കള്ളത്തരമൊന്നും കാണിക്കത്തില്ലെന്നാണ് അമ്മമാരുടെ വിചാരം. എനിക്കും ഇങ്ങനെ പല അബദ്ധങ്ങളും പറ്റുന്നുണ്ട്. നമ്മുടെ കുഞ്ഞൊന്നും ചെയ്യത്തില്ല എന്നാണ് നമ്മുടെയും വിചാരം. പക്ഷേ ഇതൊക്കെയാണ് സംഭവം. അവർ വേണ്ടാത്തതൊക്കെ കാണിച്ചു വയ്ക്കും, നമ്മളതങ്ങ് വിശ്വസിക്കും. പക്ഷേ എന്ത് ചെയ്യാം, എന്തായാലും കോട്ടെ, സാരമില്ല. ഇതിപ്പോൾ വെണ്ണയുടെ കാര്യവും പാലിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. നമ്മുടെയൊക്കെ മക്കൾ അതിനേക്കാളും വലിയ കള്ളങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അവരൊക്കെ നമുക്കൊന്നും അറിയില്ലെന്നാ. അപ്പോൾ എന്നത് കണ്ടു പരിഭ്രമിച്ച അമ്മയും നന്ദനൻ ചൊന്നത് നേരെന്നതോർത്ത് താൻ ചെന്ന് വിരവോട് ചൂടുള്ള പാൽ കൊണ്ടുവന്നു കൊടുത്തു തലോടിനാൾ മെല്ലവേ. അങ്ങനെ ചൂടുള്ള പാലൊക്കെ പെട്ടെന്ന് തന്നെ അമ്മ കൊടുത്തിട്ട് നെഞ്ചൊക്കെ തടവി കൊടുത്ത് താഴേക്ക് വെണ്ണ ഇറങ്ങാൻ വേണ്ടി തടവി തലോടി മെല്ലവേ. നന്നായതും നുകർന്നിടിനാൻ നന്നായതും നുകർന്നിടിനാൻ അംബുജ നന്ദനാ വല്ലഭനുണ്ണി നന്ദാത്മജൻ നിർമ്മലനിങ്ങനെ നിന്ന നേരം മുതിർന്ന് എൻ മകനുണ്ടായ ദെണ്ണ ഒഴിഞ്ഞിതോ. അമ്മ ചോദിച്ചു, പാലൊക്കെ കൊണ്ടിട്ട് തടവിയൊക്കെ ഇറക്കിയിട്ട് ചോദിച്ചു, മകനെ ഇപ്പം നിന്റെ ദെണ്ണൊക്കെ പോയോ, ദെണ്ണ ഒഴിഞ്ഞിതോ, വെണ്ണയൊക്കെ ഇറങ്ങിപ്പോയിട്ട് ഇതിൻ്റെ വിമ്മിഷ്ടമൊക്കെ മാറിയോ എന്നമ്മ ചോദിച്ചതു കേട്ടു നന്ദനൻ നന്നായി ചിരിച്ചു മാതാവോട് ചൊല്ലിനാൻ. അങ്ങനെ കണ്ണൻ എന്ത് ചെയ്തു, ഇത് കേട്ടിട്ട് നന്നായി അങ്ങ് ചിരിച്ചിട്ട് അമ്മയോട് പറയുക, ചൊല്ലുന്നു, ഇന്നു ഞാൻ ഏവമെല്ലാം പറയാകിൽ നീ തന്നു നിന്നിടുമോ വെണ്ണയും ദുഗ്ധവും. ഇങ്ങനെ ഞാൻ പറയാതിരുന്നാൽ അമ്മേ നീ എനിക്ക് ഇന്ന് തരുമോ? എന്താ വെണ്ണയും ദുഗ്ധവും, ഈ പാലും വെണ്ണയൊക്കെ അമ്മ എനിക്ക് തരുമോ? ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലല്ലേ എൻ്റെ അമ്മ എനിക്കിതൊക്കെ തരത്തുള്ളൂ. അതുകൊണ്ടാണ് അമ്മേ ഇതൊക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ
ഇന്നു ഞാൻ ഏവമെല്ലാം പറയാകിൽ ഇങ്ങനെയൊക്കെ ഞാൻ വിഴുങ്ങി ഇറക്കണം, അതിന് ചൂടുള്ള പാല് വേണം, ഇതൊക്കെ ഞാൻ പറയാതിരുന്നാലേ അമ്മ തരുമോ എനിക്ക് ഈ വെണ്ണയും ദുഗ്ധവും പാലും? മന്ദന ഇങ്ങെനിക്കെന്നതോർത്ത് ഇങ്ങനെ ചൊന്നേനകം കുളിർത്തു മമ സാദരം. ഇങ്ങനെ മന്ദനാം ഇങ്ങെനിക്കെന്നതോർത്ത് ഇങ്ങനെ ചൊന്നേനകം കുളിർത്തു മമ സാദരം. എൻ്റെ അകമെല്ലാം കുളിർത്തു അമ്മേ. ചെമ്മേ വിരവിനോട് അമ്മയോട് ഇത്തരം ഉണ്മയെല്ലാം പറഞ്ഞ അമ്പുജാക്ഷൻ മുതാ പിന്നെയും ഓരോരോ ലീലാവിലാസങ്ങൾ മുന്നേതിലേറ്റം അനുകരിച്ചിടിനാൻ. അങ്ങനെ കണ്ണൻ ഇതൊന്നും കൊണ്ട് നിർത്തിയിട്ടില്ല. കണ്ണൻ പിന്നും ഒന്ന് കഴിയുമ്പോൾ അടുത്ത രീതി തുടങ്ങും. ബുദ്ധി ആവശ്യം പോലെ ഉണ്ടല്ലോ, ഭഗവാനല്ലേ. അതുകൊണ്ട് ഓരോരോ ലീലാവിലാസങ്ങൾ പല രീതിയിലാണ് ഭഗവാൻ ഇവിടെ കാട്ടുന്നത്. അത് ഒന്നുകൊണ്ടൊന്നും പോരാ. വീണ്ടും അടുത്ത സമയം വരുമ്പോൾ അടുത്ത വെണ്ണയോ പാലോ ചെന്നേ പറ്റൂ. അടുത്ത നിമിഷം വീണ്ടും വേണം. അപ്പോൾ ഒരു വട്ടം കൊണ്ടങ്ങനെ ഇതങ്ങ് നിൽക്കുന്നൊരു കാര്യമാണോ? കുഞ്ഞിന് വിശക്കുമ്പോഴെല്ലാം പാലും വെണ്ണയൊക്കെ കിട്ടിയേ പറ്റൂ. അതിന് ഓരോരോ കുസൃതികളും ലീലാവിലാസങ്ങളൊക്കെ ഭഗവാൻ കാണിക്കുന്നു. തന്നെ ചങ്ങാതിമാരുമായ അന്വഹം അന്നന്ന് അനുദിനം അങ്ങ് ഓരോ വിധം മന്ദിരം തോറും നടന്ന് വൃന്ദാരക സുന്ദരിമാരിങ്ങു വന്നുളരാകിയ തന്നികൾക്കുള്ളിൽ ആനന്ദം വളർത്തവർ തന്നെ ഭജിച്ചു ഫലം വരുത്തിയിടുവാൻ പിന്നെയും വിഭ്രമ സ്നേഹം വളരുമാർ അന്യായ കർമ്മങ്ങൾ ആചരിച്ചിടിനാൻ. അങ്ങനെ ഭഗവാന്റെ കൂട്ടുകാരുമൊത്ത് ചങ്ങാതിമാരുമായി അന്നന്ന് അനുദിനം ദിവസം തോറും ഓരോരോ വിധം ഓരോ മന്ദിരത്തിലും ഓരോ വീടുകളിലും ചെന്ന് കയറിയിട്ട് തന്നികൾക്കുള്ളിൽ ആനന്ദം വളർത്തുന്നത് അങ്ങനെ പതിച്ചു. കാരണം എല്ലാവർക്കും സന്തോഷകരമായ രീതിയിലാണ് ഭഗവാന്റെ ഇടപെടൽ. എല്ലാവർക്കും സന്തോഷം, അതാ തന്നികൾക്ക് ആനന്ദം ഉണ്ടാകണം. അങ്ങനെ വളർത്തവർ തന്നെ ഭജിച്ച് ഫലം വരുത്തിടുവാൻ പിന്നെയും വിഭ്രമ സ്നേഹം വളരുമാർ അന്യായ കർമ്മങ്ങളൊക്കെയാണ് വേണ്ടാത്തതൊക്കെയാണ് കാണിക്കുന്നതെങ്കിലും അവർക്കൊക്കെ സന്തോഷമൊക്കെ തന്നെ. പക്ഷേ ഇത് പോകെ വരുമ്പം ഇതൊക്കെ ഇച്ചിരി നശിപ്പിപ്പ് കൂടെ ഉണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ പാത്രത്തിൻ്റെ മൂടൊക്കെ കിഴിച്ചൊക്കെ കളയും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്കൊക്കെ വിഷമങ്ങളും ആയി തുടങ്ങി. അപ്പോൾ ഇങ്ങനെ അന്യായ കർമ്മങ്ങളും കൂടെ വന്നു കഴിയുന്നു, ആചരിക്കുന്നു. എന്തൊക്കെയാ? പാലും നവനീതവും ഗുളവും മധുപോലും കദളിക്കനികൾ പാലന്നവും ചാലേ കവർന്നു നുകർന്നു കരഞ്ഞും അക്കാലം അനർത്ഥപ്പെടുത്തി നിന്നിടിന പൂലം പരവശമാരായി ചമഞ്ഞവർ ബാലനോടേതുമൊന്നാവതില്ലായകയാൽ. അങ്ങനെ ഓരോരോ രീതി മുന്നോട്ട് കുഞ്ഞ് വളരും തോറും ബുദ്ധി കൂടുതൽ വന്ന് മറ്റുള്ളവർക്ക് അല്പാൽപ്പം വിഷമങ്ങളായി വരുന്നു. കാരണം ഇവിടെ പാലും നവനീതവും ഗുളം ശർക്കര മധുപോലും കദളിക്കനികൾ പല പഴങ്ങൾ പാല് അന്നം അത് ചോറ് അത് പാൽപ്പായസം എന്ന് വേണ്ട ചാല ഇതൊക്കെ കവർന്നും നുകർന്നും കരഞ്ഞും അക്കാലം അനർത്ഥപ്പെടുത്തി നിന്നിടുന്ന മൂലം. അപ്പോൾ അവിടെ ചില അനർത്ഥങ്ങളൊക്കെ ചെന്ന് അങ്ങനെയെല്ലാം ആകുന്ന മൂലം പരവശമാരായി ചമഞ്ഞവർ ഈ ഗോപസ്ത്രീകളെല്ലാം അവരുടെ കിങ്കരിമാരാണല്ലോ, ഇവരുടെ ദാസികളൊക്കെ ആണല്ലോ, തോഴിമാരൊക്കെ ആണല്ലോ. അവർക്ക് അല്പാൽപ്പം വിഷമങ്ങൾ പരവശമാരായി ചമഞ്ഞ് എന്താ ഇതിനൊരു മാർഗം? കാരണം എങ്ങും ഒന്നും കൊണ്ട് വയ്ക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു തോന്നലായി തുടങ്ങി. അപ്പോൾ ബാലനോട് ഏതുമൊന്നാവതില്ലായകയാൽ കുഞ്ഞിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുഞ്ഞിന് തിന്നും കഴിച്ച് വെള്ളം പാലൊക്കെ കുടിച്ചേ പറ്റൂ. അതുകൊണ്ട് അതിനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ട് അതിനോട് പറയാനാവതില്ലായകയാൽ നല്ലതെന്തോന്നിതിനെന്നറിയാഞ്ഞവരെല്ലാവരും ഒരുമിച്ച് ചെന്ന് അഞ്ജസ വല്ലഭാദിശ വിലാസിനിയാകിയ കല്യാണശീലയോട് അല്ലൽ ചൊല്ലിയിടിനാൾ. മംഗളമായിരിക്കുന്ന ആ സുന്ദരിയായിരിക്കുന്ന ആ ആരോടാ? യശോദ അമ്മയോട് ചെന്ന് പറയുന്നു, വല്ലഭാദിശ വിലാസിനിയാകിയ കല്യാണശീലയോട് അല്ലൽ ചൊല്ലിയിടിനാൾ. സുന്ദരിയായ നല്ല സ്വഭാവമായ കല്യാണശീലം, മംഗളകരമായ ശീലമാണ് യശോദാമ്മയ്ക്ക്. അവരോട് ചെന്ന് ഇവർ കുഞ്ഞിൻ്റെ ഇങ്ങനെയുള്ള കുസൃതികളൊക്കെ ചെന്ന് അവർ പറയുന്നു, ചൊല്ലിയിടിനാർ. എന്താ അവർ പറയുന്നത്? എന്തെന്തിതു തവ സന്തതിയാകിയ ചന്താമരാക്ഷൻ തൊഴിലെന്തതിങ്ങനെ സന്തതം അന്ധകാരങ്ങളായി പോയത് ചിന്ത ചെയ്യായതിന് എന്തൊരു കാരണം? എന്താ ഇത് തവ? അവിടുത്തെ, അതായത്
യശോദാമ്മ തവ തവ എന്ന് പറഞ്ഞാൽ യശോദാമ്മയുടെ സന്തതിയാകിയ ഈ കുഞ്ഞ്, ഈ ചെന്താമരാക്ഷൻ എന്താ ഈ കുഞ്ഞ് തൊഴിൽ, ഇതിൻ്റെ പ്രവൃത്തി സന്തത അറിവില്ലായ്മയാണല്ലോ ഇത് തൊഴിൽ, എന്തത് ഇങ്ങനെ സന്തത അന്ധകാരങ്ങളായി പോയത്, അറിവില്ലായ്മയായി പോയല്ലോ കുഞ്ഞ്. കാരണം അവർക്കും ഉണ്ട് കുഞ്ഞുങ്ങൾ, അവർ മറ്റുള്ള വീട്ടിൽ ചെന്നൊന്നും എടുക്കാത്തതുകൊണ്ട് ഇതെന്താ ഇങ്ങനെ ആയി പോയത്, അന്ധകാരം അറിവില്ലായ്മയായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. ചിന്ത ചെയ്യുന്നതിന് എന്തൊരു കാരണം, ഇതിനിപ്പോൾ എന്താ നമ്മൾ ചെയ്യാനുള്ളത്? പങ്കജനേത്രനാ ഉണ്ണി നന്ദാത്മജൻ കിങ്കരിമാരായ ഞങ്ങളോട് അന്യുഹം ശങ്ക കൂടാതെ ചെയ്തിടും ഉപദ്രവ സങ്കട വായ്പകൾ എന്ത് ചൊല്ലാവതോ. ഈ കിങ്കരിമാരായ ഈ ദാസി തോഴികളായ ഞങ്ങളോട് ഇങ്ങനെ ശങ്ക കൂടാതെ ഒരു മടി കൂടാതെ ചെയ്തിടും ഈ ഉപദ്രവങ്ങൾക്ക് സങ്കട വായ്പകൾ എന്ത് ചൊല്ലാവതൊക്കെ സങ്കടമല്ലേ ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ എന്നൊക്കെ അവർ അമ്മയോട് പറഞ്ഞ് യശോദമ്മയോട് പറഞ്ഞു. പാലോട് വെണ്ണ കട്ടുൺക എന്നുള്ളത് ബാലകന്മാരുടെ ശീലമല്ലോ സഖി. അപ്പോൾ അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ഇത് പാലും വെണ്ണയൊക്കെ കട്ട് കഴിക്കുന്നത് കുട്ടികളുടെ ശീലമല്ലോ സഖി. ഭാജനം കൂടെ തകർത്ത് കളവെന്താചാരമോ നീ നിരൂപിക്ക മാനസേ. ഈ പാലോട് വെണ്ണ കട്ടുൺക എന്നുള്ളതൊക്കെ ബാലകന്മാരുടെ ശീലമാണ് സഖി, അത് ശരി. എന്നാൽ ഇവിടെ എന്ത് ചെയ്യും, അവരതൊക്കെ സഹിക്കും അല്ല സഖി, അതൊക്കെ സഹിക്കാം. പക്ഷേ ഭാജനം, അതായത് അത് ആ പാത്രത്തിൻ്റെ മൂട് എന്തെങ്കിലും ഇട്ട് കുത്തി കിഴിച്ചാൽ പിന്നെ ആ പാല് മൊത്തവും ഇനി വെളിയിൽ പോകത്തില്ലേ. അതുകൊണ്ട് ഭാജനം കൂടെ തകർത്ത് കളവത് എന്താ ആചാരം, അതൊരു ആചാരമാണോ, അത് ശരിയാണോ? വെണ്ണ കട്ടുൺക എന്ന് വെണ്ണയൊക്കെ കട്ട് കഴിക്കുന്നതൊക്കെ കുഞ്ഞുങ്ങളുടെ ശീലമാണ്. എന്നാലോ പാലോട് വെണ്ണ കട്ടുൺക എന്നുള്ളത് ബാലകന്മാരുടെ ശീലമല്ലോ സഖി, അതൊക്കെ കുഞ്ഞുങ്ങൾക്കുള്ള ശീലമാണ്. ഭാജനം കൂടെ തകർത്ത് കളവത് എന്താചാരമോ നീ നിരൂപിക്ക മാനസേ. വേദനയായതത്രേ പുനരതിന്മീതേ പലവിധമെന്ത് ചൊല്ലാവതോ. അത് ഒരാചാരമാണോ, അത് അതങ്ങനെ ചെയ്യാൻ കൊള്ളാമോ, പാത്രം കൂടെ കിഴിച്ച് കളയുന്നത്, അത് നീ നിരൂപിക്കാൻ മനസ്സിൽ ചിന്തിക്കൂ. വേദനയായത് അതത്രേ, എനിക്ക് ഇതൊക്കെ വേദനയായതത്രേ പുനരതിന്മീതേ പലവിധമെന്ത് ചൊല്ലാവതോ. അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇതൊക്കെ ചൊല്ലാവതോ, എന്തൊക്കെയെങ്കിലൊക്കെ കുഞ്ഞുങ്ങൾ അതിലപ്പുറത്തേക്കായി ചെല്ലും. ഇതൊക്കെ അവർക്ക് പറ്റാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ അമ്മയെടുത്ത്. നമുക്കിനി അടുത്ത പ്രാവശ്യം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.